ഹായ് ആസ്പിരൻസ്, നമ്മുടെ റൂട്ട് വേർഡ് സീരീസിൻ്റെ 7ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. സോ ഇതിനു മുൻപ് നമ്മൾ ഓൾമോസ്റ്റ് 6 വീഡിയോസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ 6 വീഡിയോകളിലായിട്ട് നമ്മൾ ഓൾമോസ്റ്റ് 300 വേർഡ്സ് റൂട്ട് വേർഡ് സീരീസിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ റൂട്ട് വേർഡ്സ് ആയിട്ടുള്ള ലോജിയും ഫോബിയയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോയി ആ 6 വീഡിയോസ് കാണുക എന്ന് മാത്രമല്ല, ആ 300 വാക്കുകളും ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയോടെ ചെയ്യാം. സോ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ റൂട്ട് വേർഡ് മാനിയും ആയിട്ടാണ്. ഓക്കെ, സോ മാനിയ എന്ന് വെച്ചാൽ എന്താ? ഓക്കെ, നമ്മൾ ഇതിനു മുൻപ് ഫോബിയയും അതേപോലെ ലോജിയും കണ്ടതാണ്. ആൻഡ് ഇന്ന് നമ്മൾ കാണുന്നത് റൂട്ട് വേർഡ് മാനിയ ആണ്. മാനിയയുടെ മീനിങ് എന്താ? മാനിയയുടെ മീനിങ് ഇസ് ഒബ്സെഷൻ. ഒബ്സെഷൻ ടു സംതിങ്. ഓക്കെ, അല്ലെങ്കിൽ ക്രേസ് ഫോർ സംതിങ്. എന്തിനോടെങ്കിലുമുള്ള ഭ്രമം അല്ലെങ്കിൽ അതിയായ താല്പര്യം, അതാണ് മാനിയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ ടൈപ്സ് മാനിയ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് മാനിയ ഈസ് അബ്ലുട്ടോമാനിയ. ഓക്കെ, അബ്ലുട്ടോമാനിയ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ അബ്ലുട്ടോ ഫോബിയ കണ്ടിട്ടുണ്ടല്ലേ? അബ്ലുട്ടോമാനിയ എന്ന് വെച്ചാൽ കുളിക്കാനുള്ള ഒരു ആഗ്രഹം. ഓക്കെ, കുളിക്കാനുള്ള ആഗ്രഹം. അബ്ലുട്ടോഫോബിയ എന്തായിരുന്നു? കുളിക്കാനുള്ള ഭയമല്ലേ? യെസ്. സോ മാനിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാക്കിൻ്റെ, മാനിയ എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് എന്താ? മാനിയ എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് ഒബ്സെഷൻ എന്നാണ്. ദിസ് ഇസ് ഒബ്സെഷൻ അല്ലെങ്കിൽ ലൈക്ക്. ഓക്കെ, അബ്ലുട്ടോ എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് എന്താ? നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഫോബിയ സീരീസിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അബ്ലുട്ടോ എന്ന് പറയുന്ന വാക്ക് എന്തിനെയാണ് മീൻ ചെയ്യുന്നത്? ബാത്ത്. ഓക്കെ, ബാത്തിങ്ങിനെയാണ് മീൻ ചെയ്യുന്നത്. സോ ഇതെന്താ? മാനിയ ഫോർ വാഷിംഗ് വൺ സെൽഫ്. വാഷിംഗ് വൺ സെൽഫ് എന്ന് വെച്ചാൽ എന്താ? ബേസിക്കലി കുളിക്കുക അല്ലേ? ഓക്കെ, കുളിക്കുക, അലക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അതിയായ ആഗ്രഹത്തെയാണ് എന്തെന്ന് പറയുന്നത്? അബ്ലുട്ടോ മാനിയ എന്ന് പറയുന്നത്. സെക്കൻഡ് വേർഡ് ഇസ് ആഗ്രോ മാനിയ. ഓക്കെ, മാനിയ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് ഡെഫിനറ്റ്ലി അറിയാം, ഒബ്സെഷൻ ആണ്. ഇനി ആഗ്രോ എന്ന് വെച്ചാൽ എന്താന്ന് നമുക്കറിയണം. ഓക്കെ, ആഗ്രോ എന്ന് വെച്ചാൽ എന്താ? ആഗ്രോ എന്ന് പറയുമ്പോൾ ഓക്കെ, ഇവിടെ മീൻ ചെയ്യുന്നത് ലിവിങ് എലോൺ ആണ് കേട്ടോ. ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹമുള്ളതിനെ, ഓക്കെ, അതിനോടുള്ള അതിയായ ഭ്രമത്തെ അല്ലെങ്കിൽ താല്പര്യത്തെയാണ് എന്തെന്ന് പറയുന്നത്? ആഗ്രോ മാനിയ എന്ന് പറയുന്നത്. ഇനി ഇത് മാത്രമാണ് ആഗ്രോമാനിയയുടെ മീനിങ്? അല്ല കേട്ടോ. ആഗ്രോമാനിയയ്ക്ക് 2 മീനിങ്സ് ഉണ്ട്. ഒന്ന് ഒബ്സെഷൻ അല്ലെങ്കിൽ ഇൻറ്റൻസ് ഡിസയർ ടു ലീവ് അലോൺ, അല്ലെങ്കിൽ ഒബ്സെഷൻ ഫോർ അഗ്രികൾച്ചർ. അങ്ങനെ ഒരു മീനിങ് കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഒരു വാക്കിന് നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഒരു വാക്കിന് ഒരു മീനിങ് മാത്രമല്ലല്ലോ ഉള്ളത്. ഓക്കെ, പല മീനിങ്സ് ഉണ്ടല്ലേ? അപ്പം ആഗ്രോമാനിയ എന്ന് പറയുന്ന ഈ വാക്കിനും ഒരു മീനിങ് മാത്രമല്ല ഉള്ളത്, 2 മീനിങ്സ് ഉണ്ട്. ഒന്നെന്താണ്? ഒബ്സെഷൻ അല്ലെങ്കിൽ സ്ട്രോങ് ഡിസയർ ടു ലീവ് അലോൺ. രണ്ടാമത്തേത് എന്താ? ഒബ്സെഷൻ ഫോർ അഗ്രികൾച്ചർ. ഓക്കെ, അഗ്രികൾച്ചറിനോടുള്ള ഒബ്സെഷൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുവാനുള്ള ഒബ്സെഷൻ അല്ലെങ്കിൽ ആ ഡിസയർ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആഗ്രോ മാനിയ എന്ന് പറയുന്നത്. നൗ എയ്ലുറോ മാനിയ. ഈ എയ്ലുറോ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഫോബിയ സീരീസിൽ കണ്ടിട്ടുണ്ട്, എയ്ലുറോ ഫോബിയ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ എയ്ലുറോ എന്ന് പറയുന്നത് അവിടെ എന്തിനെയായിരുന്നു റെപ്രസെന്റ് ചെയ്തത്? ക്യാറ്റിനെ അല്ലേ? ഓക്കെ, അപ്പൊ കണ്ടോ, നമ്മുടെ വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടോ? ആ റൂട്ട് വേർഡ്സ് മാത്രം മാറുന്നു അല്ലേ? റൂട്ട് വേർഡ്സ് മാറുന്നതിനനുസരിച്ച് ഓക്കെ, നമ്മുടെ വാക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലേ? എന്ന് വെച്ചാൽ ഈ എയ്ലുറോ എന്ന് പറയുന്ന വാക്ക് എപ്പോൾ വന്നാലും അതിൻ്റെ മീനിങ് എന്താ വരിക? ക്യാറ്റ് എന്നാ വരിക. ഇനി ഇത് എങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും നമുക്ക്? ഇത് കൃത്യമായിട്ട് ഓർത്ത് വെക്കണമെങ്കിൽ റിപ്പീറ്റഡ്ലി നമ്മളിത് കണ്ടുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ആ വേർഡ്സുമായിട്ട് റെഗുലർ കോണ്ടാക്റ്റിൽ വരണം. ഇപ്പം നമ്മൾ ഫൈൽ കാണും, ഇസം കാണും, അങ്ങനെ പല പല ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ പല പല റൂട്ട് വേർഡ്സുകൾ നമ്മൾ കാണും. അപ്പോൾ ആ റൂട്ട് വേർഡ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള വാക്കുകളില്ലേ, ഇപ്പം ഡെമോ എന്ന് പറയുന്ന വാക്ക്, എയ്ലുറോ എന്ന് പറയുന്ന വാക്ക്, ടൈഡോ എന്ന് പറയുന്ന വാക്ക്, അങ്ങനെയുള്ള വാക്കുകൾ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ആ വാക്കുകൾ കാണുന്ന സമയത്ത് ഇതിൻ്റെ മീനിങ് ഇങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം അതിന് എന്ത് വേണം? റെഗുലറായിട്ട് വാക്കുകളെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം എയ്ലുറോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ക്യാറ്റ് അല്ലേ? അപ്പം എയ്ലുറോ മാനിയ എന്ന് വെച്ചാൽ എന്താ? ഒബ്സെഷൻ ഫോർ ക്യാറ്റ്സ്. ഓക്കെ, ക്യാറ്റിനോടുള്ള അതിയായ താല്പര്യം. ആൻഡ്രോമാനിയ.
ആൻഡ്രോ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്, ഫോബിയയിൽ കണ്ടിട്ടുണ്ട്, ലോജിയിൽ കണ്ടിട്ടുണ്ട്. ആൻഡ്രോ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്താ? മെൻ. ഓക്കെ, ആൻഡ്രോ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് മെൻ എന്നും ആൻഡ്രോ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്താണ്? ആൻഡ്രോ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ഹ്യൂമൺ എന്നുമാണ്. ഓക്കെ, ഹ്യൂമൺ എന്നുമാണ്. അപ്പൊ വിമൺ ആണെങ്കിലോ? വിമൺ ആണെങ്കിൽ ഗൈനോ അല്ലേ? വിമൺ ആണെങ്കിൽ ഗൈനോ. ഓക്കെ, മെന്നിന് ആൻഡ്രോ, ഹ്യൂമണിന് ആൻഡ്രോ, വിമണിന് ഗൈനോ. ഓക്കെ, ഈ 3 വാക്കുകൾ ഓർത്ത് വെക്കുക കേട്ടോ. ഫൈൻ. ഇനി ആൻഡ്രോ എന്ന് വെച്ചാൽ എന്താ? മെൻ. മാനിയ എന്ന് വെച്ചാൽ എന്താ? ഒബ്സഷൻ. അപ്പം ആണുങ്ങളോടുള്ള അല്ലെങ്കിൽ പുരുഷന്മാരോടുള്ള ഒബ്സഷനെയാണ് എന്തെന്ന് പറയുന്നത്? ആൻഡ്രോ മാനിയ എന്ന് പറയുന്നത്. ഓക്കെ, പുരുഷന്മാരോടുള്ള ഒബ്സഷനെയാണ് എന്തെന്ന് പറയുന്നത്? ആൻഡ്രോ മാനിയ എന്ന് പറയുന്നത്. ഇനി ആൻഡ്രോ ആയിരുന്നെങ്കിലോ? ഹ്യൂമൻസിനോട് അല്ലേ? ഗൈനോ ആയിരുന്നെങ്കിലോ? വിമണിനോട്. ഓക്കെ, ഓട്ടോമാനിയ. ഓട്ടോ എന്ന് പറയുന്ന വാക്ക് നമുക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് ഓട്ടോക്രസി ഒക്കെയാണ്. ഓട്ടോക്രസി എന്ന് വെച്ചാൽ എന്താ? ഏകാധിപത്യം അല്ലേ? ഒരാൾ ഒറ്റയ്ക്ക് ഭരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരാൾ ഒറ്റയ്ക്ക്. അപ്പോൾ ഓട്ടോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഒറ്റയ്ക്ക്. ഓട്ടോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഒറ്റയ്ക്ക്. അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ, ഒറ്റയ്ക്ക് നിൽക്കാനൊക്കെയുള്ള ആഗ്രഹത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഓട്ടോമാനിയ എന്ന് പറയുന്നത്. ഒബ്സഷൻ വിത്ത് സോളിറ്റ്യൂഡ്. കണ്ടോ? തന്നെ ജീവിക്കാനുള്ള ആഗ്രഹത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഓട്ടോമാനിയ എന്ന് പറയുന്നത്. നൗ കാറ്റോപെഡാമാനിയ. എന്താ കാറ്റോപെഡാമാനിയ? കാറ്റോപെഡാമാനിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഉയർന്ന സ്ഥലത്ത് നിന്ന് ചാടാനുള്ള ഒരു അതിയായ താല്പര്യം. ചില ആൾക്കാരുണ്ടാവില്ലേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന. നമ്മുടെ ആദ്യ സിനിമയിലെ പ്രണവ് മോഹൻലാലിനെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഹൈറ്റ്സിൽ നിന്ന് ഇങ്ങനെ ചാടി ചാടി കളിക്കുക അല്ലേ? ഓക്കെ, അങ്ങനെ ചെയ്യാനുള്ള ആ സ്ട്രോങ് ആയിട്ടുള്ള ഡിസയറിനെയാണ് എന്തെന്ന് പറയുന്നത്? കാറ്റോപെഡാമാനിയ. ഓക്കെ, ഈ കാറ്റിന്റെ സ്പെഷ്യാലിറ്റി എന്താ? എത്ര ഹൈറ്റിൽ നിന്ന് ചാടിയാലും അത് 4 കാലയിൽ വന്ന് നിൽക്കും അല്ലേ? അങ്ങനെ കാറ്റിനെ പോലെ എത്ര ഹൈറ്റിൽ നിന്ന് വേണമെങ്കിലും ചാടാനുള്ള ആ ഒരു ധൈര്യം ഇല്ലേ? അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അല്ലെങ്കിൽ ആ ഒരു ധൈര്യം മൂലം ഉണ്ടാകുന്ന അതിനോടുള്ള ഒരു ഇഷ്ടത്തെയാണ് എന്തെന്ന് പറയുന്നത്? കാറ്റോപെഡാമാനിയ. ഓക്കെ, ചീനോഫോബിയ. എന്താ ചീനോഫോബിയ? ചീനോമാനിയ. എന്താ ചീനോമാനിയ? ചീനോമാനിയ എന്ന് വെച്ചാൽ ഒബ്സസീവ് ഡിസയർ ഫോർ സ്നോ. ഓക്കെ, അപ്പൊ നമ്മൾ ചീനോമാനിയ എവിടെ ചീനോ എന്ന് പറയുന്ന വാക്ക് എവിടെ കണ്ടിട്ടുണ്ട്? ഫോബിയ സീരീസിൽ കണ്ടിട്ടുണ്ട് അല്ലേ? ഫോബിയ സീരീസിൽ എന്തായിരുന്നു? ചീനോഫോബിയ ആയിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്? ഫിയർ ഓഫ് സ്നോ. സ്നോവിനോടുള്ള വല്ലാത്തൊരു ഭയമാണ് എന്തെന്ന് പറയുന്നത്? ചീനോഫോബിയ എന്ന് പറയുന്നത്. ചീനോമാനിയ എന്ന് പറയുന്നതോ? സ്നോവിനോടുള്ള വല്ലാത്ത ഒബ്സഷൻ. ഓക്കെ, ഈ കുറേ ആൾക്കാരൊക്കെ IELTS ഒക്കെ എഴുതി പുറത്തേക്ക് പോകുന്ന എന്തിനാ? പുറത്ത് പോയിട്ട് ഈ മഞ്ഞ് വാരി കളിക്കുന്ന ഫോട്ടോയൊക്കെ ഫ്രണ്ട്സ് ഒക്കെ സ്റ്റാറ്റസ് ഇടുന്നത് കാണുമ്പോൾ പുറത്തേക്ക് പോകാനുള്ള ഒരു വല്ലാത്ത ആഗ്രഹം തോന്നും അല്ലേ? എന്താ? മഞ്ഞിനോടുള്ള ഒബ്സഷൻ കാരണം. ഓക്കെ, ആ ഒരു ആഗ്രഹം കാരണം. പോയി കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് മാറും, പക്ഷെ എന്താണ്? ആ ഒരു ആഗ്രഹം വരും അല്ലേ? അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ചീനോമാനിയ എന്ന് പറയുന്നത്. ഓക്കെ, കൊറിയോമാനിയ. കൊറിയോ എന്ന് കേൾക്കുമ്പോഴേ കൊറിയ അല്ല, കൊറിയോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കൊറിയോഗ്രാഫി ഓർക്കാട്ടോ. കൊറിയോ ഈ സ്പെല്ലിംഗ് തന്നെ അറിയാലോ. കൊറിയോ എന്ന് പറയുമ്പോൾ നമുക്ക് കൊറിയോഗ്രാഫി അല്ലേ? കൊറിയോഗ്രാഫി ആരാ ചെയ്തേ? ഇങ്ങനെ കേട്ടിട്ടില്ലേ? ഓക്കെ, നമ്മുടെ ഡാൻസ് മാസ്റ്റർ വിക്രമിനെ പോലെയൊക്കെയുള്ള ആൾക്കാരല്ലേ? യെസ്. സോ കൊറിയോ എന്ന് പറയുന്ന വാക്ക് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഡാൻസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് മാനിയ എന്ന് വെച്ചാൽ എന്താ? ലൈക്ക് ആണല്ലേ? അല്ലെങ്കിൽ ഇഷ്ടമാണല്ലേ? ഓക്കെ, അപ്പൊ എന്താ? കൊറിയോമാനിയ എന്ന് വെച്ചാൽ എന്താണ്? ഡാൻസ് ചെയ്യാനുള്ള ഇഷ്ടം. ഓക്കെ, ക്രെമറ്റോമാനിയ. ക്രെമറ്റോമാനിയ എന്ന് വെച്ചാൽ എന്താണ്? ക്രെമറ്റോമാനിയ എന്ന് വെച്ചാൽ ഒബ്സഷൻ ഫോർ മണി. ഓക്കെ, അതായത് പൈസയോടുള്ള, പണത്തോടുള്ള വല്ലാത്തൊരു താല്പര്യത്തെയാണ് എന്തെന്ന് പറയുന്നത്? ക്രെമറ്റോമാനിയ എന്ന് പറയുന്നത്. ആൻഡ് ഇത് ക്രൊമറ്റോഫോബിയ നമ്മൾ കണ്ടിട്ടുണ്ട്. ക്രൊമറ്റോഫോബിയ നമ്മൾ ഫോബിയ സീരീസിൽ കണ്ടിട്ടുണ്ട്. ക്രോമോഫോബിയയും ക്രൊമറ്റോഫോബിയ ഒക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ക്രൊമറ്റോഫോബിയ എന്ന് വെച്ചാൽ എന്തായിരുന്നു? പൈസയോടുള്ള ഭയം അല്ലേ? അപ്പൊ ക്രൊമറ്റോ എന്നൊക്കെ പറയുന്ന പദങ്ങൾ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പൈസയെ. ക്രൊമറ്റോ
ക്രൊമറ്റോ, ക്രെമറ്റോ എന്നൊക്കെ പറയുന്ന പദങ്ങൾ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പൈസയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പൈസയാണെങ്കിൽ, മാനി ഒബ്സഷൻ ആണെങ്കിൽ ഇതിന്റെ മീനിങ് എന്താ? ഒബ്സഷൻ ഫോർ മണി. സൈനോമാനിയ. സൈനോമാനിയ നമ്മളിപ്പോൾ മൂന്നാമത്തെ തവണയാട്ടോ സൈനോ എന്ന് പറയുന്ന ഈ വാക്കിനെ റിപ്പീറ്റ് ചെയ്ത് കാണുന്നത്. സോ സൈനോ, ഓക്കെ, ലോജി സീരീസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഫോബിയ സീരീസിൽ കണ്ടിട്ടുണ്ട്, മാനിയ സീരീസിൽ നമ്മൾ കാണുവാണ് കേട്ടോ. ഓക്കെ, സൈനോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരുന്നു പറഞ്ഞു വെച്ചിരുന്നത്? സൈനോ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് പട്ടിക്കുട്ടികളെ ഒത്തിരി ഇഷ്ടമാണ് അല്ലേ? അപ്പൊ സൈനോ പട്ടിക്കുട്ടി അല്ലേ? സോ സൈനോ മാനിയ എന്ന് വെച്ചാൽ എന്താ? പട്ടിക്കുട്ടികളോടുള്ള ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒബ്സഷൻ ആണ് എന്തെന്ന് പറയുന്നത്? സൈനോ മാനിയ എന്ന് പറയുന്നത്. നൗ ഡാഗ്നോമാനിയ. എന്താ ഡാഗ്നോമാനിയ? ഡാഗ്നോമാനിയ എന്ന് വെച്ചാൽ മറ്റൊരാളെ കൊല്ലാനുള്ള വല്ലാത്തൊരു ഒബ്സഷൻ. നമ്മുടെ അനിമൽ സിനിമയിൽ അല്ലെങ്കിൽ നമ്മുടെ മാർക്കോ സിനിമയിലൊക്കെ ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഇതിലെ നായകന്മാർക്ക് രൺബീർ കപൂറിനാണെങ്കിലും ഉണ്ണിമുകുന്ദനൊക്കെ ആണെങ്കിലും ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇങ്ങനെ കൊല്ലാനുള്ള ഒരു വല്ലാത്ത ത്വരയുണ്ടല്ലേ? ഇപ്പൊ കിൽ സിനിമയിലെ ആ നായകനൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് വരുമ്പോഴേക്കൊക്കെ ഭയങ്കര കൊല്ലാനുള്ള വല്ലാത്തൊരു ത്വര വരും അല്ലേ? അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡാഗ്നോമാനിയ എന്ന് പറയുന്നത്. മറ്റൊരാളെ കൊല്ലാനുള്ള വല്ലാത്ത ഒബ്സഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഡാഗ്നോമാനിയ എന്ന് പറയുന്നത്. ഡാൻസറോമാനിയ. ഓക്കെ, ഡാൻസറോമാനിയ എന്ന് പറയുമ്പോൾ ആ വാക്കിനെ നമ്മൾ ജസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? ഡാൻസറോമാനിയ എന്ന് വെച്ചാൽ ഡാൻസ് അല്ലേ? ഡാൻസ്. ഓക്കെ, അപ്പൊ ഡാൻസിനോടുള്ള ഇഷ്ടമാണ് എന്ത്? ഡാൻസറോമാനിയ. ഓക്കെ, വാക്കിൽ നിന്ന് തന്നെ വളരെ ഈസി ആയിട്ട് കിട്ടുന്നൊരു മീനിങ് ആണല്ലേ ഡാൻസറോമാനിയ എന്ന് വെച്ചാൽ. എന്തിനോടുള്ള ഇഷ്ടമാണ്? ഡാൻസിനോടുള്ള ഇഷ്ടമാണ്. ഓക്കെ, ഡെമോമാനിയ. ഡെമോ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഇതിനു മുൻപ് ഫോബിയയിൽ കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഡെമോക്രസി കാണും. ഓക്കെ, ഡെമോക്രസി നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കാണല്ലേ? ഓക്കെ, ജനാധിപത്യം അല്ലേ? ജനം, ആധിപത്യം. ക്രാസി എന്ന് വെച്ചാൽ എന്താ? ആധിപത്യം. അപ്പൊ ഡെമോ എന്താ? ജനം. അപ്പൊ ഡെമോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? ജനമല്ലേ? ഓക്കെ, അപ്പൊ ഡെമോ മാനിയ എന്ന് വെച്ചാൽ എന്താ? ഇങ്ങനെ ക്രൗഡിനോടുള്ള സ്നേഹമല്ല ഒബ്സഷൻ, താല്പര്യം. ഓക്കെ, അപ്പൊ എന്താ? ഡിസൈർ ടു ബി വിത്ത് ദ പീപ്പിൾ ഓർ ഇൻ ക്രൗഡഡ് പ്ലേസസ്. ഓക്കെ, അപ്പോൾ ആൾക്കൂട്ടം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് പോയിരിക്കാനുള്ള അതിയായ ആഗ്രഹം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡെമോ മാനിയ എന്ന് പറയുന്നത്. ബേസിക്കലി ക്രൗഡ് ഉള്ള സ്ഥലത്ത് ഇരിക്കാൻ അല്ലെ ക്രൗഡിനോടൊപ്പം നിൽക്കാനുള്ള താല്പര്യത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഓക്കെ, ഡെമോ മാനിയ എന്ന് പറയുന്നത്. എർഗാസിയോമാനിയ. എർഗാസിയോ, ഈ എർഗോഫോബിയ അല്ലെങ്കിൽ എർഗാസിയോ എന്നൊക്കെ പറയുന്ന പദം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് കാണാത്ത അല്ലെങ്കിൽ ഇത് സുപരിചിത അല്ലാത്തവരുണ്ടാവൂല്ലേ ഈ വീഡിയോ കാണുന്നവര്. എന്തുകൊണ്ടല്ലാത്തത്? ഫോബിയയും ലോജിയും ഒന്നും കാണാത്തതുകൊണ്ടാണ് കേട്ടോ. അതിൽ റിപ്പീറ്റ് ചെയ്ത വാക്കുകളൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ അതിൽ നമ്മൾ യൂസ് ചെയ്ത വാക്കുകളൊക്കെ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കിത് ഓർമ്മ വരും. ഓക്കെ, അവിടെ എർഗോഫോബിയ എന്ന് വെച്ചാൽ എന്തായിരുന്നു? വർക്കിനോടുള്ള ഭയം. ഓക്കെ, ജോലി ചെയ്യാനുള്ള ഭയം. ഓക്കെ, അപ്പൊ എർഗാസിയോമാനിയ എന്ന് വെച്ചാൽ എന്താ? എർഗാസിയോമാനിയ എന്ന് വെച്ചാൽ എന്താണ്? ജോലി ചെയ്യാനുള്ള അതിയായ താല്പര്യം. ഓക്കെ, ജോലി ചെയ്യാനുള്ള അതിയായ താല്പര്യം. എന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ വല്ല മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് ഭയങ്കര പാഷനേറ്റ് ആയിരിക്കും നമ്മൾ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ജോലി ചെയ്യാൻ വല്ലാത്തൊരു താല്പര്യം ഉണ്ടാവുന്നത്. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? എർഗാസിയോമാനിയ എന്ന് പറയുന്നത്. എക്സസീവ് ഡ്രൈവ് ടു വർക്ക്. ഓക്കെ, ജോലി ചെയ്യാനുള്ള അതിയായ താല്പര്യമാണ് എന്ത്? എർഗാസിയോമാനിയ. ഫ്ലോറിമാനിയ. വാക്കിന്ന് തന്നെ വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ് അല്ലേ? ഫ്ലോറൽ ഡിസൈൻ ഒക്കെ നമ്മൾ കുറെ കേട്ടിട്ടുള്ളതല്ലേ? ഡ്രസ്സൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് ഫ്ലോറൽ ഡിസൈൻ ഉള്ള ഡ്രസ്സുകൾ അല്ലേ? ഓക്കെ, അപ്പൊ ഫ്ലോറൽ എന്ന് പറയുമ്പോൾ സംഭവം എന്താണ്? ഫ്ലവർ അല്ലേ? ഫ്ലവറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് ഫ്ലോറൽ എന്ന് പറയുന്ന വാക്ക്. അപ്പൊ ഫ്ലോറി എന്ന് വെച്ചാലും എന്തായിരിക്കും? ഫ്ലവറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലോറി അല്ലെങ്കിൽ ഫ്ലോറൽ എന്ന് പറയുന്നതിൽ നമുക്ക് ഫ്ലവർ കിട്ടി. മാനി ഒബ്സഷൻ ആണ്. അപ്പൊ ഫ്ലോറിമാനി എന്താ? ഒബ്സഷൻ ഫോർ ഫ്ലവേഴ്സ്. ഗ്രാഫോമാനിയ നമ്മൾ ഇതിനു മുൻപ് ഗ്രാഫോഫോബിയ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഗ്രാഫോഫോബിയ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തല്ലേ ഗ്രാഫ്.
നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് 10ൽ പഠിക്കുന്ന സമയത്ത് +1 +2 പഠിക്കുന്ന സമയത്ത് എന്ത് വരച്ചിട്ടുണ്ട്? ഗ്രാഫ് വരച്ചിട്ടുണ്ട് അല്ലേ? വരയ്ക്ക് മാത്രമാണോ ചെയ്ത ഗ്രാഫ്? അല്ല, ഗ്രാഫ് എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഗ്രാഫ് നമുക്ക് എഴുതാനും വരയ്ക്കാനും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതിൽ നമ്മൾ വരയ്ക്കുന്നത് തൽക്കാലം എടുക്കുന്നില്ല, എഴുതുന്നത് മാത്രം എടുക്കുവാണ് കേട്ടോ. ഓക്കെ, സോ ഗ്രാഫ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് എന്ത് ഓർമ്മ വരണം? റൈറ്റിംഗ് ഓർമ്മ വരണം. റൈറ്റിംഗ് ഓർമ്മ വരണം. സോ റൈറ്റിംഗ് ഉണ്ട്, മാനിയ ഉണ്ട്. അപ്പോൾ ഗ്രാഫോമാനിയ എന്ന് വെച്ചാൽ എന്താ? ഒബ്സഷൻ ഫോർ റൈറ്റിംഗ്. ഓക്കെ, ഒബ്സഷൻ വിത്ത് റൈറ്റിംഗ് കേട്ടോ. ഓക്കെ, ഗൈനക്കോമാനിയ. നമ്മൾ നേരത്തെ ആൻഡ്രോമാനിയ കണ്ട സമയത്ത് 2 വാക്ക് ഡിസ്കസ് ചെയ്തില്ലായിരുന്നോ? ആൻഡ്രോ എന്ന് പറഞ്ഞ വാക്കും ഗൈനോ എന്ന് പറഞ്ഞ വാക്കും അല്ലേ? ഗൈനക്, ഗൈനോ എന്നൊക്കെ പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? സ്ത്രീകളെ റെപ്രസെന്റ് ചെയ്യുന്ന വാക്കാണ്. അപ്പൊ ഗൈനക്കോ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഡെഫിനറ്റ്ലി സ്ത്രീകളല്ലേ? മാനിയ ഒബ്സഷൻ. ഇനി സ്ത്രീകളോടുള്ള ഒബ്സഷൻ എന്ന് പറയുമ്പോൾ അത് എന്ത് ഒബ്സഷനാണ്? സെക്ഷൽ ഒബ്സഷൻ. ഓക്കെ, അപ്പൊ സ്ത്രീകളോടുള്ള സെക്ഷൽ ഒബ്സഷനെയാണ് എന്തെന്ന് പറയുന്നത്? അതിനത് നോർമൽ അല്ല, അബ്നോർമൽ സെക്ഷൽ ഒബ്സഷൻ വിത്ത് വിമൺ ആണ് എന്തെന്ന് പറയുന്നത്? ഗൈനക്കോമാനിയ എന്ന് പറയുന്നത്. ഹെലനോമാനിയ. ഹെലനോമാനിയനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെലനോയും മാനിയയും കിട്ടും അല്ലേ? ഹെലനോമാനിയനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെലനോയും മാനിയയും കിട്ടും. ഹെലനോ എന്നൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ അല്ലെങ്കിൽ ടിക്ടോക്കിലെ ഹെലനോസ്പാട്ടയാണ് അല്ലേ? ഹെലനോസ്പാട്ടയുടെ മീനിങ് എന്താ ആക്ച്വലി? ഹെലനോസ്പാട്ട എന്ന് വെച്ചാൽ ഗ്രീക്കിലെ അതീവ സുന്ദരിയായ ദേവതയുടെ പേരാണ് ഹെലനോസ്പാട്ട എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രീക്കിലെ അതീവ സുന്ദരിയായ ദേവത, അതാണ് കേട്ടോ ഹെലനോസ്പാട്ട എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹെലനോ എന്ന് കേൾക്കുമ്പോഴേ അത് ഓർക്കുക. ഓക്കെ, ഹെലനോസ്പാട്ടനെ ഓർക്കുക. ഹെലനോസ്പാട്ട എവിടുത്തെ ദേവതയാ? ഗ്രീക്കിലെ. ഓക്കെ, സോ ഹെലനോ എന്ന് പറയുന്ന വാക്ക് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഗ്രീക്കിനെ. ഓക്കെ, ഗ്രീക്കിനെ. മാനി എന്താ? ഒബ്സഷൻ. അപ്പൊ ഇതെന്താ? ഹെലനോമാനി എന്താ? ഒബ്സഷൻ വിത്ത് ഗ്രീക്ക് അല്ലേ? ഓക്കെ, ഗ്രീക്ക് എന്ന് പറയുമ്പോൾ ഗ്രീക്ക് കൾച്ചർ വരും അവിടെ. ഗ്രീസ് എന്ന് പറയുന്ന ഏരിയ വരും, അവിടുത്തെ ആൾക്കാർ വരും. അങ്ങനെ ഗ്രീസിനോടുള്ള ഒബ്സഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഹെലനോമാനി എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഹാഗിയോമാനിയ. എന്താ ഹാഗിയോമാനിയ? ഹാഗിയോമാനിയ എന്ന് വെച്ചാൽ ഒബ്സഷൻ ഫോർ സെയിൻഹുഡ്. ഓക്കെ, അതായത് വിശുദ്ധിയോടുള്ള ഒരു വിശുദ്ധിയില്ലേ, അതായത് ഈ ക്രിസ്ത്യൻസിൻ്റെ ഇത് റിലീജിയസ് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത് എടുക്കുകയാണെങ്കിൽ അവർക്ക് സെയിൻസ് ഉണ്ട് അല്ലേ? വിശുദ്ധന്മാരുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ആ വിശുദ്ധിയോടുള്ള ഒരു ഒബ്സഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഹാഗിയോമാനി എന്ന് പറയുന്നത്. നമുക്ക് ഹാഗിയ സോഫിയ ഒക്കെ കേട്ടിട്ടില്ലേ? ഒരു റിലീജിയസ് പ്ലേസ് ആണല്ലേ? വിവാദത്തിലൊക്കെ ആയിരുന്ന ഒരു റിലീജിയസ് പ്ലേസ് ആയിരുന്നു ഹാഗിയ സോഫിയ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഹാഗിയോ എന്ന് കേൾക്കുമ്പോഴേ എന്തോർക്കുക? ഹാഗിയ സോഫിയ ഓർത്താൽ മതി. അപ്പൊ ഹാഗിയ സോഫിയ ഓർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? റിലീജിയസ് കിട്ടി. ഇനി ഏത് റിലീജിയൻ? ക്രിസ്ത്യാനിറ്റി. ഓക്കെ, അവർക്ക് ആരുണ്ട്? സെയിൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ സെയിൻഹുഡ് കേട്ടോ. ഹാഗിയ, സെയിൻഹുഡ്. ഹാമറ്റിയോമാനിയ. ഈ ഹാമർ അല്ലെങ്കിൽ ഹാമറ്റിയോ എന്ന് പറയുന്ന പദം നമ്മളിതിപ്പോൾ 3ാമത്തെ തവണ സൈനോ പോലെ തന്നെ നമ്മൾ 3ാമത്തെ തവണ കേൾക്കുന്ന വാക്കാണ് ഹാമറ്റിയോ എന്ന് പറയുന്നത്. ഓക്കെ, ഹാമറ്റിയോഫോബിയ, ഹാമറ്റിയോളജി ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോഴേ നമ്മൾ എന്തായിരുന്നു ഓർക്കാൻ പറഞ്ഞിരുന്നത്? ഹാമർ എന്ന് പറയുന്ന ഈ വാക്ക് ഓർക്കാൻ പറഞ്ഞിരുന്നത്. ഹാമർ എന്ന് പറയുന്ന ഈ വാക്ക് ഓർക്കുക കേട്ടോ. ഓക്കെ, ഹാമർ എന്ന് പറയുമ്പം നമ്മുടെ ഈ ഹാമറിൽ HAMMER എന്ന് പറയുന്ന ചുറ്റിക എന്ന് പറയുന്ന ഹാമർ ഓർക്കുക. ഓക്കെ, അപ്പോൾ പാപം ചെയ്ത ചുറ്റിക വെച്ച് തലക്കടിക്കും. അതല്ലായിരുന്നു നമ്മുടെ കോഡ്. ഓക്കെ, പാപം ചെയ്ത ചുറ്റിക വെച്ച് തലക്കടിക്കും. അപ്പൊ ഹാമറ്റിയോ എന്ന് കേട്ട എന്താണ്? ചുറ്റിക ഓർക്കുക. എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? പാപം ചെയ്യുമ്പം. ഓക്കെ, സോ സിൻ അല്ലേ? ഹാമറ്റിയോ എന്ന് കേൾക്കുമ്പോൾ സിൻ ഓർമ്മ വരും. മാനി എന്താ? ഒബ്സഷൻ. അപ്പൊ എന്താ? ഒബ്സഷൻ ഫോർ സിൻ അല്ലെങ്കിൽ ഒബ്സഷൻ വിത്ത് സിൻസ്. പാപത്തോടുള്ള വല്ലാത്ത ഒരു ഭ്രമത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഹാമറ്റിയോമാനിയ. ഹിപ്പോമാനിയ. ഹിപ്പോപ്പൊട്ടാമസ് അല്ല. നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ ഹിപ്പോപ്പൊട്ടാമസ് അല്ല എന്ന് എപ്പോഴും പറയുന്നതാണ്. ഹിപ്പോപ്പൊട്ടാമസ് അല്ല. ഇതെന്താണ്? ഹോഴ്സസിനെ റെപ്രസെന്റ് ചെയ്യുന്ന വാക്കാണ് ഹിപ്പോ എന്ന് പറയുന്നത്. അതായത് ഹിപ്പോ വെച്ചിട്ട് നമ്മളെ ഇടിച്ചിടാൻ കപ്പാസിറ്റി ഉള്ളത്, അത്ര ദൂരത്തേക്ക് നമ്മളെ തെറിപ്പിച്ച് കളയാൻ വേണ്ടി കപ്പാസിറ്റി ഉള്ള ജീവിയാര? ഹോഴ്സസ്. ഓക്കെ, അതാണ് കേട്ടോ ഹിപ്പോ ഹോഴ്സ്.
ഓക്കെ, ഹിപ്പോപ്പൊട്ടാമസിനെ ഓർക്കരുത്, ഹോഴ്സ് കേട്ടോ. മാനിയ ഒബ്സഷൻ. സോ ഹിപ്പോമാനിയ എന്ന് വെച്ചാൽ എന്താ? ഒബ്സഷൻ വിത്ത് ഹോഴ്സസ്. ഹൈഡ്രോമാനിയ വളരെ ഈസി ആയിട്ടുള്ള വാക്കാണ് അല്ലേ. ഹൈഡ്രോ എന്ന് പറയുന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ്. ഹൈഡ്രോ എന്ന് പറയുന്നത് എന്തിനെ റിലേറ്റ് ചെയ്യുന്നതാണ്? വാട്ടറിനെ റിലേറ്റ് ചെയ്യുന്ന വാക്കാണ് അല്ലേ. ഓക്കെ, മാനിയ ഒബ്സഷൻ ആണ്. സോ ഹൈഡ്രോമാനിയ എന്ന് വെച്ചാൽ എന്താ? വാട്ടറിനോടുള്ള വല്ലാത്തൊരു താല്പര്യം. ആൻഡ് ഈ താല്പര്യം എപ്പോഴും ഉണ്ടാവുന്നത്? വല്ലാത്തൊരു ക്രേവിങ്സ് ആണ് അല്ലേ. നമുക്ക് ഈ ഫുഡിനോടും വെള്ളത്തോടൊക്കെ ക്രേവിങ്സ് ആണല്ലേ ഉണ്ടാവുന്നത്. ഓക്കെ, നമ്മുടെ ആടുജീവിത സിനിമയിൽ പൃഥ്വിരാജ് കണ്ടിട്ടില്ലായിരുന്നു, ഓടി ആ മരുപ്പച്ച കണ്ടപ്പോഴേക്ക് ഓടിപ്പോയത് ആ വെള്ളത്തോടുള്ള അത്രയും ക്രേവിങ്സ് കാരണം അല്ലേ. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രോമാനിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇറാഷണൽ ക്രേവിങ് ഫോർ വാട്ടർ. വെള്ളത്തോടുള്ള വല്ലാത്തൊരു തരം ഡിസയർ അല്ലെങ്കിൽ ക്രേവിങ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രോമാനിയ എന്ന് പറയുന്നത്. നൗ ഇൻഫോമാനിയ. ഇൻഫോമാനിയനെ നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. ഇൻഫോമാനിയനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വായിക്കാം. അപ്പം എന്തെന്ന് കിട്ടും? ഇൻഫോ കിട്ടും, മാനിയയും കിട്ടും. ഇൻഫോ കിട്ടും, മാനിയയും കിട്ടും. മാനിയ എന്ന് വെച്ചാൽ എന്താണെങ്കിലും ഒബ്സഷനാ. ഇൻഫോ എന്ന് പറയുന്നത് എന്തിൻ്റെ ഷോർട്ട് ഫോമാ? ഇൻഫോർമേഷൻ്റെ. ഓക്കെ, ഇൻഫോ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ്റെ ഷോർട്ട് ഫോം. അപ്പം എന്തിനോടുള്ള മാനിയ? ഇൻഫോർമേഷനോടല്ലേ. ചില ആൾക്കാരെ കണ്ടില്ല, അവർക്ക് എല്ലാ ഇൻഫോർമേഷനും ഇങ്ങനെ കളക്ട് ചെയ്യണം, വല്ലാത്തൊരു തരം. ഓക്കെ, ഈ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അമ്മച്ചിമാരൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ ചില കുരിപ്പ് അമ്മായിമാരൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് വീട്ടിൽ, കുടുംബത്തൊക്കെ ആണെങ്കിൽ അവർക്ക് എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്യണം അല്ലേ. അപ്പം ഇങ്ങനെ വന്ന് ചൊറിയൂലേ നമ്മളെ. അങ്ങനെയുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ത്വരയാണ്, ആ ഒരു ഡിസയറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻഫോമാനിയ എന്ന് പറയുന്നത്. ഓക്കെ, എക്സസീവ് ഡിവോഷൻ ടു ഗ്യാതറിങ് ഫാക്ട്സ് ഓർ ഇൻഫർമേഷൻ. ഓക്കെ, ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ആ ഒരു ത്വര കേട്ടോ. നൗ ക്ലെപ്റ്റോമാനിയ. എന്താ ക്ലെപ്റ്റോമാനിയ? ക്ലെപ്റ്റോമാനിയ നമ്മൾ ക്ലെപ്റ്റോഫോബിയ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ക്ലെപ്റ്റോമാനിയ എന്ന് വെച്ചാൽ എന്താണ്? തെഫ്റ്റിനോടുള്ള അല്ലെങ്കിൽ മോഷണത്തോടുള്ള ഭയത്തെയാണ് ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലെപ്റ്റോമാനിയ എന്ന് വെച്ചാൽ എന്താ? ഏർജ് ടു സ്റ്റീൽ. ഓക്കെ, മോഷ്ടിക്കാനുള്ള ഒരു തരം ആ ഭ്രമം അല്ലെങ്കിൽ ആ ഒരു ത്വരയാണ് എന്തെന്ന് പറയുന്നത്? ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്നത്. നമ്മൾ ക്ലെപ്റ്റോഫോബിയ സീരീസ് കണ്ടിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലെപ്റ്റോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്റ്റീൽ ചെയ്യുക അല്ലെങ്കിൽ തെഫ്റ്റ് ചെയ്യുക. ഓക്കെ, ലാലോമാനിയ. ലാലോഫോബിയ നമ്മൾ കണ്ടിട്ടുണ്ട്. ലാലോ, അലോ എന്നൊക്കെ പറയുന്ന വാക്ക് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാന്നാ പറഞ്ഞത്? നമ്മുടെ സ്പീക്കിങ്ങിനെ അല്ലേ. ലാലോ എന്ന് പറയുന്നത് നമ്മൾ ഫോബിയയിൽ എങ്ങനെ കട്ട് ചെയ്തത്? അലോ എന്ന് പറയുന്ന വാക്കിനെ അങ്ങ് കട്ട് ചെയ്തെടുത്തല്ലേ ലാലോയിൽ നിന്ന്. ഓക്കെ, ആൻഡ് നമ്മുടെ വാട്സപ്പ് ചാറ്റൊക്കെ നമ്മൾ അലോ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യൂലേ. ചിലരൊക്കെ ഇല്ലേ ഹലോയ്ക്ക് വരെ അലോ പറയില്ലേ. അതെന്താ? ബേസിക്കലി നമ്മളൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണല്ലേ, സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അലോ, ലാലോ എന്നൊക്കെ പറയുന്ന വാക്ക് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? സ്പീക്കിങ്ങിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. മാനിയ എന്ന് വെച്ചാൽ എന്താ? ഒബ്സഷൻ. അപ്പം ഇങ്ങനെ വല്ലാതെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് എന്താ ഉള്ളത്? ലാലോമാനിയ. ഡിസൈഡ് ടു ടോക്ക് എക്സസീവ്ലി. ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരെയാണ് എന്തെന്ന് പറയുന്നത്? ലാലോമാനിക് എന്ന് പറയുന്നത്. ലോഗോമാനിയ. ലോഗോ എന്ന് പറയുന്ന വാക്ക് നമുക്ക് കേൾക്കുമ്പോഴേ ഇപ്പം അറിയാം. എന്ത്? ലോഗോ എന്ന് പറയുന്നത് വേർഡ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന വാക്കാണ്. ഓക്കെ, അത് അറിയത്തില്ലാത്തവരാണെങ്കിൽ എന്താണെങ്കിലും ഓർത്ത് വെച്ചാൽ ലോഗോ എന്ന് പറയുന്ന വാക്ക് ലോഗോ വേർഡ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന വാക്കാണ് കേട്ടോ. അതിപ്പോൾ ലോഗോ ഫൈൽ ആണെങ്കിലും ലോഗോ മാനി ആണെങ്കിലും ലോഗോ ഫോബിയ ആണെങ്കിലും ഒക്കെ ലോഗോ എന്ന് പറയുന്ന വാക്ക് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? വേർഡ്സിനെ. ഇനി ലോഗോ മാനിയ എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ആഗ്രോമാനിയ പോലെ തന്നെ രണ്ട് മീനിങ്സ് ഉള്ള വാക്കാണ്. ലോഗോ എന്ന് പറയുമ്പം വേർഡ്സ് മാത്രമല്ല, ലോഗോസ് ഇല്ലേ, നമ്മുടെ കമ്പനി ലോഗോകൾ, അതിനെയും കൂടെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ലോഗോ മാനിയ എന്ന് പറയുമ്പോൾ ഒരേ സമയം ഒബ്സഷൻ വിത്ത് വേർഡ്സും ഒബ്സഷൻ വിത്ത് ലോഗോസും ആണ്. ഓക്കെ, മെലോമാനിയ. മെലോമാനിയ നമ്മുടെ ഇൻഫോമാനിയ പോലെ എന്താണ്? ഇൻഫോമാനിയ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ മാനിയ ആണല്ലേ. മെലോമാനിയ എന്തിൻ്റെ ഷോർട്ട് ഫോമാ? മെലഡിയുടെ ഷോർട്ട് ഫോം. മെലഡിയുടെ ഷോർട്ട് ഫോം. മെലോഡിയസ് ആയിട്ട് കേൾക്കുന്ന സാധനം എന്താ? മ്യൂസിക് ആണല്ലേ. മെലഡി നമുക്ക് കഴിക്കുന്ന മെലഡി അല്ല കേട്ടോ. ഓക്കെ, നമുക്ക് മ്യൂസിക് എന്ന് പറയുന്ന മെലഡി. ഓക്കെ, മെലഡി. ആ മെലഡിയുടെ ഷോർട്ട് ഫോം ആണ് ഇവിടെ തന്നിരിക്കുന്ന മെലോ.
ഓക്കെ, അപ്പൊ മെലഡി മ്യൂസിക് കിട്ടി അല്ലേ. മാനിയ ഒബ്സഷൻ. അപ്പൊ മെലോമാനിയ എന്താ? ഒബ്സഷൻ വിത്ത് മ്യൂസിക്. മിത്തോമാനിയ. ഓക്കെ, മെത്തോമാനിയ എന്താ? മോർബിഡ് ക്രേവിംഗ് ഫോർ ആൽക്കഹോൾ. ആൽക്കഹോളിനോടുള്ള വല്ലാത്ത ആഗ്രഹത്തെയാണ് എന്തെന്ന് പറയുന്നത്? മെത്തോമാനിയ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. നമുക്കിതെങ്ങനെ ഓർത്ത് വെക്കാം? മെത്തോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മെത്ത ഓർക്കാം കേട്ടോ. മെത്ത എന്ന് വെച്ചാൽ എന്താ? കട്ടിൽ അല്ലെ, കിടക്ക. ഓക്കെ, അപ്പം ഈ ആൽക്കഹോളൊക്കെ ഒത്തിരി ഇങ്ങനെ ഭയങ്കരമായിട്ട് അതിനോട് അഡിക്ഷൻ ഉള്ള ആൾക്കാർ എന്തായിരിക്കും? ഡെഫിനറ്റ്ലി അടിച്ച് പാമ്പായിട്ട് ഇങ്ങനെ നടക്കുമായിരിക്കും അല്ലേ. അങ്ങനെ കുറേ പേരെങ്കിലും വഴിയിലൊക്കെ കിടക്കുന്നവരുണ്ടാവും അല്ലേ. യെസ്, അങ്ങനെയുള്ളവരെ ഓർത്ത് വെക്കുക കേട്ടോ. അതായത് വെള്ളം അടിച്ച് മെത്തയിൽ കിടക്കാൻ പറ്റാതെ വഴി കിടക്കുന്നവർക്ക് ഉണ്ടാവുന്ന മാനിയാണ് എന്ത്? മെത്തോമാനിയ. ഓക്കെ, വെള്ളം അടിച്ച് മെത്തയിൽ കിടക്കാതെ, അതായത് കിടക്കയിൽ കിടക്കാൻ പറ്റാതെ വഴിയിലൊക്കെ കിടക്കുന്നവർക്കുണ്ടാവുന്ന മാനിയാണ് എന്ത്? മെത്തോമാനിയ. നാർക്കോമാനിയ. നാർക്കോമാനിയ എന്ന് പറയുന്ന വാക്കിൽ തന്നെ ഉണ്ട് കേട്ടോ. നാർക്കോട്ടിക്സ്. നാർക്കോട്ടിക്സിന്റെ ഷോർട്ട് ഫോം ആണ് നാർക്കോ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നാർക്കോട്ടിക്സ്, മാനിയ, ഒബ്സഷൻ. അപ്പൊ എന്താ നാർക്കോമാനിയ? ഒബ്സഷൻ വിത്ത് നാർക്കോട്ടിക്സ്. ഓക്കെ, ആൻ അൺകൺട്രോളബിൾ ഡിസയർ ഫോർ നാർക്കോട്ടിക്സ്. അതാണ് ഒബ്സഷൻ. അൺകൺട്രോളബിൾ ഡിസയർ എന്ന് പറയുന്ന അല്ലേ ഒബ്സഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒബ്സഷൻ ഫോർ നാർക്കോട്ടിക്സ്. നൊസ്റ്റോമാനിയ. ഇതും വാക്കിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് കിട്ടുന്നതാണ്. നൊസ്റ്റു അടിച്ചു, നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുന്ന വാക്കുമ്പോൾ വളരെ സുപരിചിതമാണല്ലേ ഇപ്പം. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് കേട്ടോ അതിന്റെ മീനിങ്ങും. നൊസ്റ്റോ എന്ന് പറയുന്നത് നമ്മുടെ നൊസ്റ്റു ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആ നൊസ്റ്റുവിനോടുള്ള അല്ലെങ്കിൽ നൊസ്റ്റാൾജിയോടുള്ള ഒബ്സഷനെയാണ് എന്തെന്ന് പറയുന്നത്? നൊസ്റ്റോമാനിയ എന്ന് പറയുന്നത്. അബ്നോർമൽ ഡിസയർ ടു ഗോ ബാക്ക് ടു ഫെമിലിയർ പ്ലേസസ്. ഫെമിലിയർ പ്ലേസസ് എന്ന് പറയുന്നത് എന്താ? നൊസ്റ്റാൾജി എപ്പോഴാണ് വരുന്നത്? പഴയ കാലത്തെ കാര്യങ്ങളോടല്ലേ. ഇത് നമ്മുടെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ളതിനോടൊക്കെയല്ലേ നമുക്ക് നൊസ്റ്റാൾജിയ വരുന്നത്. ഇപ്പം നടക്കുന്നതിനോടാണോ? അല്ല. ഓക്കെ, ഗോ ബാക്ക് ടു ഫെമിലിയർ പ്ലേസസ്. അതാണ് എന്ത്? നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നൊസ്റ്റാൾജിയോടുള്ള ഒബ്സഷനെയാണ് എന്തെന്ന് പറയുന്നത്? നൊസ്റ്റോമാനിയ എന്ന് പറയുന്നത്. ഓക്ലോമാനിയ. എന്താ ഓക്ലോമാനിയ? ഓക്ലോമാനിയ എന്ന് പറയുന്നത് നമ്മുടെ ഡെമോമാനിയയുടെ സിനണിമാണ് കേട്ടോ. ഡെമോമാനിയയുടെ സിനണിം. കണ്ടോ, നമ്മൾ ഓരോ വാക്ക് പഠിച്ചു വരുന്ന സമയത്ത് അതേ മീനിങ് ഉള്ള വേറെ വാക്ക് കാണുവാണെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ വെച്ചിട്ട് ഓർത്ത് നോക്കുക. ഓക്കെ, ഓർത്ത് നോക്കുക. ഒബ്സഷൻ വിത്ത് ക്രൗഡ്സിന് ഞാൻ വേറെ എന്തോ ഒരു വാക്കും കൂടെ പഠിച്ചിട്ടുണ്ടല്ലോ, എന്താ അതെന്ന് ഓർത്ത് നോക്കുക. അപ്പം എന്ത് കിട്ടും? ഡെമോമാനിയ കിട്ടും. ഇങ്ങനെ ഓർത്ത് പഠിക്കണം കേട്ടോ. സോ ഓക്ലോമാനിയയും ഡെമോമാനിയയും രണ്ടിൻ്റെ മീനിങ് എന്താണ്? ഒബ്സഷൻ വിത്ത് ക്രൗഡ്സ്. ഓക്കെ, ഒബ്സഷൻ വിത്ത് ക്രൗഡ്സ്. ഓക്കെ, ഓയിക്കോമാനിയ എന്ന് വെച്ചാൽ എന്താണ്? ഒബ്സഷൻ വിത്ത് ഹോം. നമുക്ക് ഈ ഹോസ്റ്റലിലൊക്കെ ആദ്യമായിട്ട് പോയി നിൽക്കുന്ന സമയത്ത് ഒരുതരം ഹോം സിക്നെസ് ഉണ്ടാവും അല്ലേ. എന്തുകൊണ്ടാണ് ഹോം സിക്നെസ് ഉണ്ടാവുന്നത്? നമുക്ക് വല്ലാത്തൊരു തരം ഒബ്സഷൻ ഉണ്ടല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന നമ്മുടെ കുറേ സാധനങ്ങൾ, എസ്പെഷ്യലി നമ്മുടെ വാഷ്റൂം ഒക്കെ ആയിരിക്കും കുറേ പേർക്ക് ഉണ്ടാകുന്ന ഒബ്സഷൻ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അതെല്ലാം വിട്ടിട്ട് പോരുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട്, അതല്ലേ നമ്മുടെ ഹോം സിക്നെസ് എന്ന് പറയുന്നത്. കുറേ പേർക്ക് പേരൻസിനെയൊക്കെ വിട്ടിട്ട് പോരുന്നതൊക്കെ ആയിരിക്കും. എനിവേ നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ മൊത്തം വിട്ടിട്ട് പോരുന്നതിൻ്റെ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അതെന്തുകൊണ്ടാണ്? നമുക്ക് നമ്മുടെ ഹോമിനോട് വല്ലാത്ത ഒബ്സഷൻ ഉള്ളതുകൊണ്ട്. ആ ടൈമിൽ നമുക്ക് എന്തുണ്ട്? ഒയിക്കോമാനിയ ഉണ്ട് കേട്ടോ. ഒയിക്കോമാനിയ. നൗ ഒനിയോമാനിയ. എന്താ ഒനിയോമാനിയ? ഷോപ്പിങ്ങിനോടുള്ള വല്ലാത്തൊരു തരം ഭ്രമമാണ്, അല്ലെങ്കിൽ ഷോപ്പിങ്ങിനോടുള്ള വല്ലാത്ത ഇഷ്ടമാണ്, താല്പര്യമാണ് എന്തെന്ന് പറയുന്നത്? ഒനിയോമാനിയ എന്ന് പറയുന്നത്. ഓക്കെ, ഒണമറ്റോമാനിയ. ഓക്കെ, ഒണമറ്റോമാനിയ, ഒണമറ്റോപ്പിയ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ് അല്ലേ. യെസ്, ഒണമറ്റോമാനിയ എന്ന് വെച്ചാൽ എന്താണ്? നെയിംസിനോടുള്ള വല്ലാത്ത ഇഷ്ടത്തെയാണ് ഒണമറ്റോമാനിയ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സമയത്ത് പലർക്കും ഈ പേരുകളൊക്കെ ഭയങ്കര രസമായിരിക്കും അല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട്. അലാവുദ്ദീൻ ഖിൽജി, ജലാലുദ്ദീൻ ഖിൽജി, ബക്തിയാർ ഖിൽജി എന്നൊക്കെ കേൾക്കുമ്പോൾ പേരുകളൊക്കെ പഠിക്കാൻ ഭയങ്കര രസം ഉണ്ടാവും അല്ലേ. ഓക്കെ, അങ്ങനെ നമ്മൾക്ക് ആ പേരുകൾ പഠിക്കാൻ അല്ലെങ്കിൽ പേരുകളോടുള്ള ഒരുതരം ഒബ്സഷൻ, ഇഷ്ടം, താല്പര്യമൊക്കെ തോന്നുവാണെങ്കിൽ എന്ത് പറയാം? നമ്മൾക്ക്
ഓണമറ്റോമാനിയ ആണെന്ന് പറയാം. ഓക്കെ, അങ്ങനെ പേരുകളോടുള്ള ഇഷ്ടത്തെയാണ് ഓണമറ്റോമാനിയ എന്ന് പറയുന്നത്. ഓക്കെ, ഒഫിഡിയോമാനിയ. ഒഫിഡിയോമാനിയ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒഫിഡിയോഫോബിയ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒഫിഡിയോഫോബിയ ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെയായിരുന്നു പറഞ്ഞു തന്നത്? ഒഫിഡിയോഫോബിയ എങ്ങനെയാണ് നമ്മൾ സ്നേക്കുമായിട്ട് ഓർത്തു വെക്കാൻ പറഞ്ഞത്? ഫീ എന്ന് പറയുന്ന ഈ സൗണ്ട് എന്താ? നമ്മളിങ്ങനെ ശ്വാസം ഇങ്ങനെ പുറത്തേക്ക് വിടുക അല്ലെ, ഒഫീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ സൗണ്ടും എന്താ? എന്ന് പറയുന്ന ഈ സൗണ്ടും എന്താ? നമ്മളിങ്ങനെ ശ്വാസം പുറത്തേക്ക് വിടുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം സ് ആ രണ്ട് സൗണ്ട് വെച്ചിട്ട് ഓർത്ത് വെക്കാം. വരുമ്പം എന്ത് വരണം? ആണ് അതിൻ്റെ പാർട്ട്ണറായിട്ട് വരുന്നത്. അപ്പം ഒഫിഡിയോ വരുമ്പം എന്താ അത് മീൻ ചെയ്യുന്നത്? സൗണ്ട് ഉണ്ടാക്കുന്ന സ്നേക്കിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒഫിഡിയോ എന്ന് പറയുമ്പോൾ സ്നേക്ക്, മാനിയ എന്ന് വെച്ചാൽ ഒബ്സെഷൻ. അപ്പം എന്താ? ഒബ്സെഷൻ ഫോർ സ്നേക്സ്. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവുമോ? ഉണ്ടാവും അല്ലേ, നമ്മുടെ വാവ സുരേഷിനെ പോലെയൊക്കെയുള്ള ആൾക്കാർ ഉണ്ടാവും അല്ലേ? യെസ്. സോ ഓപ്സോമാനിയ എന്ന് വെച്ചാൽ എന്താ? ഈ ചില കുട്ടികളുണ്ടാവില്ലേ, എനിക്ക് ബർഗർ മാത്രം മതി, ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ഇന്ന ഫുഡ് മാത്രം മതി. ഓക്കെ, ചില ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് മാത്രമേ കഴിക്കൂ. ചിലർ പൊട്ടേറ്റോ മാത്രമേ കഴിക്കുള്ളൂ, ചിലർക്ക് തക്കാളിക്കറി മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവില്ലേ? അല്ലെങ്കിൽ നോൺ വെജ് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവില്ലേ? ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു ക്യാരക്ടറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓപ്സോമാനിയ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ഫുഡ് ഐറ്റം മാത്രം, അതിനോടുള്ള മാത്രം ഭ്രമത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഓപ്സോമാനിയ എന്ന് പറയുന്നത്. അബ്നോർമൽ ലവ് ഫോർ വൺ കൈൻഡ് ഓഫ് ഫുഡ്. ഓക്കെ, അബ്നോർമൽ ലവ് അല്ല, ഇനി വല്ലാത്ത ഇഷ്ടമാണ് എന്താ? ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫുഡിനോട്. ഫാഗോമാനിയ. എന്താ ഫാഗോമാനിയ? ഈ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അല്ലെ. ഇപ്പോൾ ഉള്ള ഭൂരിഭാഗം ആൾക്കാരും ഫുഡീസ് ആണ്. നമ്മൾ ആ പേരാണല്ലേ പറയുക, ഫുഡീസ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഫുഡീസിനെ പറയുന്നതാണ് എന്ത്? ഫാഗോമാനിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ അവർക്ക് എന്താന്ന് പറയാം? ഫാഗോമാനിയ ആണെന്ന് പറയാം. ഓക്കെ, കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫുഡിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫാഗോമാനിക് എന്ന് വിളിക്കാം. ഫോട്ടോമാനിയ. ഫോട്ടോ എന്ന് പറയുന്ന പദം കേൾക്കുമ്പോഴേ നമുക്ക് എന്തോർമ്മ വരണം? ലൈറ്റ് ഓർമ്മ വരണം അല്ലേ? ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എന്നൊക്കെ പറയുന്നതിൽ ഫോട്ടോ എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് ആണ് അല്ലേ? ഇനി അതൊന്നും ഓർത്തില്ലെങ്കിലും ഫോട്ടോ എടുക്കാൻ നമുക്ക് എന്ത് വേണം? ലൈറ്റ് വേണം. ഓക്കെ, ഫോട്ടോ എടുക്കാൻ നമുക്ക് ലൈറ്റ് വേണം. സോ ഫോട്ടോ എന്ന് വെച്ചാൽ എന്താണ്? ലൈറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മാനിയ എന്ന് വെച്ചാൽ ഒബ്സെഷനാണ്. അപ്പം ലൈറ്റിനോടുള്ള ഒബ്സെഷനാണ് എന്ത്? ഫോട്ടോമാനിയ. ഓക്കെ, ഫൈറ്റോമാനിയ. എന്താ ഫൈറ്റോമാനിയ? ഫൈറ്റോമാനിയ എന്ന് വെച്ചാൽ ഈ പ്ലാന്റ്സിനെയൊക്കെ കളക്ട് ചെയ്യാനുള്ള ഇഷ്ടത്തെയാണ് ഫൈറ്റോമാനിയ എന്ന് പറയുന്നത്. ഫൈറ്റോമാനിയ എന്ന് വെച്ചാൽ പ്ലാന്റുകളെയൊക്കെ കളക്ട് ചെയ്യാനുള്ള ഇഷ്ടത്തെയാണ്, ആ ഒരു താല്പര്യത്തെയാണ് ഫൈറ്റോമാനിയ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് പോളിയോമാനിയ. പോളിയോമാനിയ എന്ന് വെച്ചാൽ പോളിയോ എന്ന് പറയുന്ന ഡിസീസിനോടുള്ള ഇഷ്ടമല്ല കേട്ടോ. പോളിയോമാനിയ എന്ന് വെച്ചാൽ വാറിനോടുള്ള, യുദ്ധത്തോടുള്ള താല്പര്യമാണ് എന്തെന്ന് പറയുന്നത്? പോളിയോമാനിയ എന്ന് പറയുന്നത്. ഇത് ശരിയാണോ? അത്ര നല്ലതാണോ? നല്ല അല്ല അല്ലേ? എന്തുകൊണ്ടാണ് നല്ല അല്ലാത്ത? ഇപ്പൊ സപ്പോസ് നമ്മുടെ പ്രധാനമന്ത്രി പോളിയോമാനിക് ആണെന്ന് വിചാരിക്കുക, ഇന്ത്യയുടെ അവസ്ഥ എന്താവും? എപ്പോഴും യുദ്ധവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുമല്ലേ? ഓക്കെ, അത് ഒട്ടും നല്ലതല്ല. ഓക്കെ, സോ പോളിയോമാനിയ എന്ന് വെച്ചാൽ എന്താണ്? യുദ്ധത്തോടുള്ള ഇഷ്ടമാണ് അല്ലെങ്കിൽ താല്പര്യമാണ് പോളിയോമാനിയ. നൗ സ്യൂഡോമാനിയ. സ്യൂഡോ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോഴേ നമുക്ക് എന്തറിയാം? ദാറ്റ് ഇസ് സംതിങ് ഫേക്കിംഗ് അല്ലേ? ഓക്കെ, അതായത് ഫേക്കിംഗ് ആയിട്ടുള്ള സാധനമാണ് സ്യൂഡോ എന്ന് പറയുന്നത്. നമ്മൾ ഈ തമാശയ്ക്കാണെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെയൊക്കെ ചിലരെയൊക്കെ ഇങ്ങനെ സ്യൂഡോ കുലസ്ത്രീ എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ സ്യൂഡോ ഫെമിനിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഓക്കെ, സ്യൂഡോ എന്ന് വെച്ചാൽ എന്താ? ഫേക്കിംഗ് അല്ലേ? ഫേക്ക് ചെയ്യുന്നതാണ് സ്യൂഡോ. ഇനി എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഫേക്ക് ചെയ്യുന്നത്? കള്ളങ്ങൾ വെച്ചിട്ടല്ലേ? അതായത് ലൈസ് വെച്ചിട്ടാണ് നമ്മൾ പൊതുവെ ഫേക്ക് ചെയ്യുക. ഓക്കെ, അപ്പം എന്താ സ്യൂഡോമാനിയ എന്ന് വെച്ചാൽ? കള്ളങ്ങളോടുള്ള അതിയായ ഇഷ്ടം. ഓക്കെ, കള്ളങ്ങളോടുള്ള അതിയായ ഇഷ്ടം. ഇറാഷണൽ predilection for lie. ഓക്കെ, ഇറാഷണൽ predilection for lie. എന്താ predilection എന്ന് വെച്ചാൽ? predilection എന്ന് വെച്ചാൽ ബേസിക്കലി ഫോണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, FOND, ഫോണ്ട്, ഇഷ്ടം. ഓക്കെ, അല്ലെങ്കിൽ ഒബ്സെഷൻ, അത് തന്നെയാണ് കേട്ടോ predilection എന്ന് പറയുന്നതും. ഓക്കെ, റിംഗോമാനിയ. എന്താ റിംഗോമാനിയ? ഒബ്സെഷൻ ഫോർ സ്കേറ്റിംഗ്.
സ്കേറ്റിങ്ങിനോടുള്ള ഇഷ്ടത്തെയാണ് റിംഗോമാനിയ എന്ന് പറയുന്നത്. എങ്ങനെ ഓർത്ത് വെക്കും? ഓക്കെ, റിംഗ റിംഗ ആ പാട്ട് വെച്ചിട്ട് സ്കേറ്റിംഗ് ചെയ്യുക കേട്ടോ. സ്കേറ്റിംഗ് ചെയ്യുമ്പം റിംഗ റിംഗ പാട്ട് വെച്ചിട്ട് സ്കേറ്റിംഗ് ചെയ്യുന്നു. ഓക്കെ, അത് വെച്ചിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ഒബ്സഷൻ വിത്ത് സ്കേറ്റിംഗ്. ഓക്കെ, സ്കേറ്റിങ്ങിനോടുള്ള ഒബ്സഷനെയാണ് എന്തെന്ന് പറയുന്നത്? റിംഗോമാനിയ. സ്കേറ്റിംഗ് ചെയ്യുമ്പം റിംഗ റിംഗ പാട്ട് വെച്ചിട്ട് സ്കേറ്റിംഗ് ചെയ്യും. ഓക്കെ, സെബാസ്റ്റോമാനിയ. സെബാസ്റ്റോമാനിയ എന്ന് വെച്ചാൽ എന്താ? റിലീജിയസ് ഇൻസെനിറ്റി. ഓക്കെ, ഇൻസെനിറ്റി. ഓക്കെ, റിലീജിയസ് ഇൻസെനിറ്റി. ഇനി എങ്ങനെ ഓർത്ത് വെക്കാം സെബാസ്റ്റോമാനിയ? ഓക്കെ, ഈ നമ്മൾ ഈ സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ, എൻ്റെ സെബസ്റ്റ്യാനോസ് പുണ്യാള എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? യെസ്. എന്താ അത്? അത് ക്രിസ്ത്യൻസിൻ്റെ ഒരു സെയിൻ്റ് ആണ് സെബസ്റ്റ്യാനോസ് പുണ്യാൾ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടോ, ഒരു സെയിൻ്റ് അല്ലേ? റിലീജിയസ് ആസ്പെക്റ്റിലേക്ക് എത്തിയില്ലേ? അപ്പോൾ സെബാസ്റ്റോ എന്ന് കേൾക്കുമ്പോഴേ ആരെ ഓർക്കണം? സെബസ്റ്റ്യാനോസ് പുണ്യാളിനെ ഓർക്കുക. ഓക്കെ, സെബസ്റ്റ്യാനോസ് പുണ്യാളിനെ ഓർക്കുക. അപ്പോൾ അവിടുന്ന് എന്ത് കിട്ടും? റിലീജിയസ് ഇൻസെനിറ്റി കിട്ടും. ഓക്കെ, സൈറ്റോമാനിയ. എന്താ സൈറ്റോമാനിയ? നമ്മൾ സൈറ്റോളജി കണ്ടിട്ടുണ്ട്. സൈറ്റോളജി കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു സൈറ്റോളജി? സൈറ്റോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ. ഫുഡിനെയും ന്യൂട്രീഷനെയും പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? സൈറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എങ്ങനെയായിരുന്നു അത് ഓർത്ത് വെച്ചത്? നമ്മുടെ ഐസൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രോപ്പർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഐസൈറ്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പ്രോപ്പർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടി? സൈറ്റ് എന്ന് കേൾക്കുമ്പോഴേ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ വേണം. ഇവിടെ മാനിയ അല്ലേ? സൈറ്റോമാനിയ അല്ലേ? മാനിയ എന്ന് വെച്ചാൽ ഒബ്സഷൻ. ഓക്കെ, സൈറ്റോ എന്ന് വെച്ചാൽ ഫുഡ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? ഒബ്സഷൻ വിത്ത് ഫുഡ്. ഓക്കെ, ഒബ്സഷൻ വിത്ത് ഫുഡ്. ഇപ്പം നമ്മൾ ഫുഡിനെ പറ്റിയിട്ടുള്ള മൂന്നാമത്തെ വാക്കാണ് കേൾക്കുന്നത്. ഒബ്സഷൻ വിത്ത് ഫുഡിനെ പറ്റിയിട്ടുള്ള മൂന്നാമത്തെ വാക്കാണ് കേൾക്കുന്നത്. 3 വാക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ ഓർത്ത് നോക്കുക. ഓക്കെ, ഡെഫിനറ്റ്ലി. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ഓക്കെ ഒന്ന് ബാക്ക് അടിച്ചിട്ട് പോയി കാണുക, ആ വാക്കുകൾ ഓർത്ത് വെക്കുക. സ്റ്റാമ്പോമാനിയ. സ്റ്റാമ്പോമാനിയ എന്ന് പറയുമ്പോൾ വാക്കിൽ തന്നെ ഉണ്ടല്ലേ സ്റ്റാമ്പ്. ഓക്കെ, സ്റ്റാമ്പ് എന്ന് പറയുന്ന വാക്കിൽ തന്നെ എന്തുണ്ട്? അതിൻ്റെ മീനിങ് ഉണ്ട്. സ്റ്റാമ്പോമാനിയ എന്താ സംഭവം? ഒബ്സഷൻ വിത്ത് സ്റ്റാമ്പ് കളക്ഷൻ. വളരെ ഈസി ആണല്ലേ? ഓക്കെ, നമുക്ക് നൊസ്റ്റോമാനിയൊക്കെ പോലെ ആ വാക്കിൽ തന്നെ വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. സ്റ്റാമ്പോമാനിയ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സ്റ്റാമ്പ് കളക്ഷനോടുള്ള ഒബ്സഷനെയാണ് സ്റ്റാമ്പോമാനിയ എന്ന് പറയുന്നത്. നൗ ടെക്നോമാനിയ. സ്റ്റാമ്പോമാനിയ പോലെ തന്നെ വാക്കിൽ തന്നെ വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ് ടെക്നോമാനിയ. സോ ടെക്നോമാനിയ എന്താണ്? ഒബ്സഷൻ വിത്ത് ടെക്നോളജി. ടെക്നോളജിയോടുള്ള ഒബ്സഷനെയാണ് എന്തെന്ന് പറയുന്നത്? ടെക്നോമാനിയ എന്ന് പറയുന്നത്. ടിംബ്രോമാനിയ. ടിംബ്രോമാനിയ നമ്മൾ ഇതിനു മുൻപ് ടിംബ്രോ എന്ന് പറയുന്ന വാക്ക് കണ്ടിട്ടുണ്ട്. ടിംബ്രോളജി നമ്മൾ കണ്ടിട്ടുള്ള വാക്കായിരുന്നു ടിംബ്രോളജി. ടിംബ്രോ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടിംബ്രോളജി കാണുമ്പോൾ ടിംബർ എന്ന് വെച്ചിട്ട് അവർ തരും. സ്റ്റഡി ഓഫ് ടിംബർ, വുഡ് അങ്ങനെ തരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിൽ വീണു പോകരുത്. എന്താണ് ടിംബ്രോ എന്ന് പറയുന്നത്? പോസ്റ്റേജ് സ്റ്റാമ്പിനെ പറ്റിയിട്ടുള്ള പഠനമായിരുന്നു ടിംബ്രോളജി എന്ന് പറയുമ്പോൾ. ഓക്കെ, യെസ്. അപ്പം ഇവിടെയും ടിംബ്രോ എന്ന് വെച്ചാൽ എന്തിനായിരിക്കും മീൻ ചെയ്യുന്നത്? സ്റ്റാമ്പിനെ തന്നെയായിരിക്കും മീൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇതിനു മുൻപ് സ്റ്റാമ്പ് കളക്ഷൻ ഒരു ഒബ്സഷൻ കണ്ടിട്ടുണ്ട്. എന്താ അത്? സ്റ്റാമ്പോമാനിയ അല്ലേ? സ്റ്റാമ്പോമാനിയയുടെ സിനണിമാണ് അപ്പം എന്ത്? ടിംബ്രോമാനിയ. ഓക്കെ, ടിംബ്രോമാനിയ. ഇങ്ങനെ വരുന്ന വാക്കുകൾ ഓർത്ത് വെക്കുക കേട്ടോ. നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ഇങ്ങനെ ടിംബർ പോലെയുള്ള വാക്ക് നമുക്ക് ഓപ്ഷൻസിൽ തരും. അതിൽ വീണു പോകരുത്. SSC നമ്മളെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ചോദ്യമാണത്. അതിൽ വീണു പോകരുത്. ടിംബ്രോ എന്ന് പറയുന്ന വാക്ക് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്? സ്റ്റാമ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് സ്റ്റാമ്പ് കളക്ഷൻ്റെ ആ ഒരു ഒബ്സഷന് 2 പേരുകൾ കിട്ടി, സ്റ്റാമ്പോമാനിയയും ടിംബ്രോമാനിയയും. നൗ ടൈഫോമാനിയ. എന്താ ടൈഫോമാനിയ? ടൈഫോമാനിയ, ഈ ടൈഫോ എന്നൊക്കെ പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന സാധനം എന്തായിരിക്കും? ടൈഫോയിഡ് ആയിരിക്കും അല്ലേ? ടൈഫോ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ടൈഫോയിഡ് ആയിരിക്കും. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ഡെലീരിയസ് സ്റ്റേറ്റ് വിത്ത് ഹാലുസിനേഷൻ എന്നാ പറയുന്നത്. ഇനി ഈ ഹാലുസിനേഷൻ ഉണ്ടാകുന്നത് എന്ത് മൂലമാണ്? വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ടൈഫോയിഡ് കേട്ടോ.
ടൈഫോയിഡുമായിട്ട് ബന്ധപ്പെട്ട ഡെലീരിയസ് സ്റ്റേറ്റിനെയാണ്, അതായത് മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റീനെയാണ് എന്തെന്ന് പറയുന്നത്, ടൈഫോമാനിയ എന്ന് പറയുന്നത്. ടൈഫോയിഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റീനെയാണ് ടൈഫോമാനിയ എന്ന് പറയുന്നത്. വെർബോമാനിയ. ഓക്കെ, വെർബോമാനിയനെ നമുക്ക് എന്ത് ചെയ്യാം, വേർഡ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, മാനിയം കിട്ടും, വെർബും കിട്ടും. ഓക്കെ, വെർബും നൗണും പ്രൊനൗണും ഒക്കെ പഠിച്ചവരല്ലേ നമ്മൾ. എന്താ വെർബ്? വെർബ് എന്ന് വെച്ചാൽ എന്താണ്, വേർഡ് അല്ലേ, ബേസിക്കലി ഒരു വാക്കല്ലേ വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വെർബ് ഒരു വാക്കാണ്, വെറും ഒരു വാക്കാണ്. പ്ലേ ഒരു വാക്കാണ്, സിറ്റ് ഒരു വാക്കാണ്, സ്റ്റഡി ഒരു വാക്കാണ്. ഓക്കെ, അങ്ങനെ വാക്കുകളാണ് എന്ത്, വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ വെർബോമാനിയ എന്ന് വെച്ചാൽ എന്താണ്, ഒബ്സഷൻ വിത്ത് വേർഡ്സ്. ഓക്കെ, ഒബ്സഷൻ വിത്ത് വേർഡ്സ്. ഇതിനു മുൻപ് നമ്മൾ ഒബ്സഷൻ വിത്ത് വേർഡ്സ് കണ്ടിട്ടില്ലേ? ഏതായിരുന്നോ വാക്കെന്ന് ഓർമ്മയുണ്ടോ? ലോഗോമാനിയ അല്ലേ, ലോഗോമാനിയ. ഓക്കെ, സോ ക്രേസ് ഫോർ വേർഡ്സ് ആണ് എന്ത്, വെർബോമാനിയ. നമ്മുടെ മാനിയ സീരീസിലെ ലാസ്റ്റ് വേർഡ് കേട്ടോ, സൂമാനിയ. സൂമാനിയ എന്ന് വെച്ചാൽ എന്താണ്, സൂ എന്ന് വെച്ചാൽ എന്താ, സംതിങ് റിലേറ്റഡ് ടു ആനിമൽസ്. മാനിയ ഒബ്സഷൻ. അപ്പം എന്താ, അനിമൽസിനോടുള്ള ഒബ്സഷനെയാണ് എന്തെന്ന് പറയുന്നത്, സൂമാനിയ എന്ന് പറയുന്നത്. ഇൻസെയിൻ ഫോൺനെസ് ഫോർ ആനിമൽസ്. ചില ആൾക്കാരില്ലേ, അനിമൽസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങനെ മരിക്കുമല്ലേ. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരെയാണ്, അല്ലെങ്കിൽ അവരൊക്കെ എന്തുണ്ടെന്ന് നമ്മൾ പറയുന്നത്, സൂമാനിയ ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ മാനിയ സീരീസ് ഇവിടെ എൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആകുമ്പോഴേക്കും പുതിയ ഒരു റൂട്ട് വേർഡുമായിട്ട് വരും. സോ അന്നേരത്തേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഓൾമോസ്റ്റ് 350 വേർഡ്സ് കവർ ചെയ്തിട്ടുണ്ട് നമ്മുടെ 7 വീഡിയോയിലായിട്ട്. അപ്പോൾ ആ 350 വേർഡ്സ് കംപ്ലീറ്റ്ലി ഇരുന്ന് കാണാപ്പാടം പഠിക്കണം എന്നല്ല, പക്ഷെ വാക്കുകൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തണം. ഓക്കെ, അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വൊക്കാബിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആൻഡ് ഗ്രാമർ ഡെഫിനറ്റ്ലി നമ്മൾ സ്കോർ ചെയ്യും, വൊക്കാബും കൂടെ സ്കോർ ചെയ്താലേ നമ്മുടെ മാർക്ക് നല്ലപോലെ ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നല്ലപോലെ ഇരുന്ന് വർക്ക് ചെയ്യുക, റിപ്പീറ്റഡ്ലി എന്ത് ചെയ്യുക, നമ്മുടെ വേർഡ്സുമായിട്ട് കോണ്ടാക്റ്റിൽ വരിക. അപ്പം നമുക്ക് വാക്കുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകാൻ തുടങ്ങും. സോ വർക്കൗട്ട് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.